നമസ്കാരം, സഹിയ ന്യൂസിലേക്ക് സ്വാഗതം. രാത്രിയിൽ ഭീതി കൊണ്ടുറങ്ങാതിരിക്കുന്ന ജനത. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്നത് കേരളത്തിന്റെ ഒറ്റക്കെട്ടായ ആവശ്യം. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച് വലിയ ചർച്ചകളാണ് നടക്കുന്നത്. വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായത്. പുതിയ ഡാം വേണമെന്ന് ചിലർ, നിലവിലുള്ളത് ശക്തിപ്പെടുത്തണമെന്ന് മറ്റു ചിലർ, ആശങ്ക വേണ്ടെന്ന അഭിപ്രായമുള്ളവരുമുണ്ട്. വ്യാജ പ്രചാരണങ്ങളും തകൃതിയാണ്. ഇതിനെതിരെ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നടപടിയും ഉണ്ടാകും. ഡാം പൊട്ടുമോ ഇല്ലയോ എന്നതാണ് നിലവിലെ ചർച്ച. ഭയം വേണ്ട, ഡാമിനൊരു കുഴപ്പവുമില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. റോഷി അഗസ്റ്റിൻ MLA ആയിരുന്നപ്പോൾ സത്യമുണ്ടായിരുന്നു, മന്ത്രിയായപ്പോൾ അതില്ലാതായി. 1886 കരാർ ഉണ്ടാക്കി 1895 പണി പൂർത്തീകരിച്ച ഡാമാണ് മുല്ലപ്പെരിയാർ. 130 വർഷം കഴിഞ്ഞു. 50 വർഷത്തിൽ കൂടുതൽ ഒരു ഡാമിനും ആയുസ്സില്ലെന്ന് ശാസ്ത്രലോകം മൊത്തം പറയുന്നു. എന്നിട്ടാണ് മുഖ്യമന്ത്രിയും ജലവിഭവ മന്ത്രിയും ഒരു കുഴപ്പവുമില്ലെന്ന് പറയുന്നത്. എത്രയും വേഗം ഡാം പൊളിച്ചു മാറ്റുകയാണ് വേണ്ടത്. 35 ലക്ഷത്തോളം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം. നിലവിലെ ഡാമിൽ നിന്നും 1300 അടി താഴെ പുതിയ ഡാം നിർമ്മിക്കാൻ കേരള, തമിഴ്നാട് സർക്കാരുകൾ തത്വത്തിൽ തീരുമാനിച്ചതാണ്. സ്ഥലം കണ്ടെത്തുകയും ചെയ്തതാണ്. എന്തുകൊണ്ട് അവിടെ പുതിയ ഡാം പണിയുന്നില്ല? തമിഴ്നാട്ടിലെ 5 ജില്ലകളിലെ ജനങ്ങൾക്ക് കുടിക്കാനും കൃഷിക്കും വെള്ളം വേണം. അതുകൊണ്ട് കേരളം വെള്ളം കൊടുത്തേ തീരൂ. എന്നാൽ അതിന്റെ പേരിൽ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയെ അവഗണിക്കരുത്. ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലെ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുന്ന രീതിയിൽ ഡാം പൊട്ടിയാലുള്ള സാഹചര്യം വിലയിരുത്തണം. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഏകദിന ഉപവാസവും സർവമത പ്രാർത്ഥനയും കട്ടപ്പന ചപ്പാത്തിൽ തുടങ്ങി. മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിൽ ആളുകളെ തെരുവിലിറക്കിയുള്ള പരസ്യ പ്രതിഷേധത്തിന് ആലോചനയില്ലെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി അറിയിച്ചു. പിണറായി വിജയനും MK സ്റ്റാലിനും ഭായി ഭായി എന്ന് പറഞ്ഞു നടക്കുന്നു. ഇവർ 1 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേയുള്ളൂ. കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കണം. തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും എന്നതാവണം മുദ്രാവാക്യം. ഈ തീരുമാനങ്ങൾ വേഗത്തിൽ എടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.